അങ്ങനെ നമ്മുടെ പുൽക്കൂടിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു. ലൈറ്റൊക്കെ ഇട്ടു സെറ്റാക്കിയിട്ടുണ്ട്. നൈറ്റ് വ്യൂ കൂടി കാണിച്ചു കേട്ടോ. അപ്പോൾ ഇനി ഉണ്ണിയേശു ജനിച്ചാൽ മാത്രം മതി, ബാക്കി എല്ലാവരും വെയിറ്റിങ്ങിലാണ്. നമ്മുടെ പശുക്കൾക്ക് കുറച്ച് വൈക്കോലിട്ട് കൊടുക്കട്ടെ. ഫുള്ള് മഞ്ഞായ കാരണം ഒരു തരിപ്പുല്ല് തിന്നല്ല വീട്ടുകൾക്ക് നത്തുന്നോ. നമ്മുടെ ഈ ഗ്രേച്ചി പുൽക്കൂട് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷം യൂട്യൂബിൽ ഇട്ടിട്ടാണ്, കണ്ടോളാം. കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടോളാം. അപ്പോൾ നമ്മുടെ ആട്ടിടമാർ തീ കായിരിക്കുന്നുണ്ട്. ഒരു ചോപ്പ് ബൾബിൻ്റെ മുമ്പിൽ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. ഫുള്ള് മഞ്ഞളല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് തീ കായാനുള്ളൊരു സെറ്റപ്പ്. അപ്പോൾ ആ ആട്ടിടമാർക്ക് ഇട്ട് കൊടുക്കാം. ഗ്ലാസ് പൊടി കേട്ടോ, ചില്ല് പൊടിച്ചാണ് കനലിൻ്റെ എഫക്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാ വർഷം ചെയ്യണൊരു സെറ്റപ്പാണ്. ചില്ല് പൊടിച്ചത് ഇതിൻ്റെ മുകളിൽ ഇടും. നമ്മൾ അടുപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ടെന്നുള്ള ചാരം, കത്തിക്കഴിഞ്ഞ മരത്തിൻ്റെ കഷ്ണം സാധനങ്ങൾ അതുപോലെ വെച്ചിട്ട് കുറച്ച് ചാരത്തിൻ്റെ പൊടിയും കൂടി എടുത്ത് കൊടുക്കും. നൈറ്റ് കാണാനുള്ള എഫക്റ്റ് കാണിച്ചിട്ട് കറക്റ്റ് തീ കായണ എഫക്റ്റ് ആയിരിക്കും. കണ്ടില്ലേ ശരിക്കും കനലിൽ തീ കായാണ്ടിരിക്കുന്ന ആട്ടിടയന്മാരെ കണ്ടില്ലേ. നമ്മൾ KCMയിൽ പണ്ട് പുൽക്കൂട് ഉണ്ടാക്കാൻ പോയതിൻ്റെ ഗുണമാട്ടോ. ഇങ്ങനെയുള്ള കുറേ ഐഡിയകളൊക്കെ അവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ നമ്മുടെ പുൽക്കൂടാണ് 2023 പുൽക്കൂടാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി